ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, തൻ്റെ ജീവിതത്തിൽ ഈശോ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് സാക്ഷ്യം പറയുന്ന ഒരു സഹോദരിയുണ്ട് കേട്ടോ. ആ സഹോദരിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നേടിക്കൊടുത്തത് ഒരു പ്രാർത്ഥനയിലൂടെയാണ്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണിത്. ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് മുമ്പൊരിക്കലൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഇത് ചെയ്യണമെന്ന് തോന്നാനുണ്ടായ കാരണം ഈ സഹോദരിയുടെ സാക്ഷ്യങ്ങൾ തന്നെയാണ്. കൂടാതെ പുതിയതായിട്ട് ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. അവരൊന്നും ഒരു പക്ഷേ അന്ന് ഞാൻ ചെയ്ത വീഡിയോ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കും കൂടി ഇതൊരു പ്രചോദനമായിക്കോട്ടെ, അവർക്കും കൂടെ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഒത്തിരി അത്ഭുതത്തോടെയാണ് ഈ സഹോദരി പറയുന്നത് ഞാൻ എപ്പോഴും കേട്ടിരിക്കാറുള്ളത്. ഏതാണ്ട് 65 വയസ്സ് കഴിഞ്ഞ ഈ സഹോദരി തൻ്റെ മക്കളുടെ ഓരോ ആവശ്യ നേരത്തും, പ്രത്യേകിച്ച് അവരുടെ പഠന സമയത്ത്, പിന്നീട് അവർ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്ന സമയങ്ങളിൽ, കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗത്തിന് വേണ്ടിയൊക്കെ വിശുദ്ധ കുരിശിൻ്റെ ഈ പ്രാർത്ഥന ചൊല്ലുന്നതോടൊപ്പം ഇത് എഴുതുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ദിവസത്തിൽ 2, 3 ചിലപ്പോൾ അതിൽ കൂടുതലോ ഒക്കെ നിയോഗം വെച്ച് ഈ ചേച്ചി എഴുതും. എന്നിട്ട് ഈ സഹോദരി പറയുക, 33 തവണ എഴുതി പൂർത്തിയാക്കുമ്പോഴേക്കും ചേച്ചി എന്തിനു വേണ്ടിയാണോ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചത് ആ കാര്യം ചേച്ചിക്ക് നടന്നു കിട്ടിയിരിക്കുമെന്ന്. ചേച്ചി ചെറുപ്പം മുതലേ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണിത് കേട്ടോ. അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഹൃദയത്തോടത്രമേൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. എന്നോട് എപ്പോഴും ഈ ചേച്ചി പറയാറുണ്ട്, എത്ര പ്രയാസമേറിയ കാര്യമാണെങ്കിലും ഈ പ്രാർത്ഥന 33 തവണ എഴുതി പൂർത്തിയാക്കുമ്പോൾ ഉറപ്പായിട്ടും അത് നടന്നിരിക്കുമെന്ന് അത്രമേൽ വിശ്വാസമാണ് ആ ചേച്ചിക്ക്. ഈ ചേച്ചി എപ്പോഴും ഇങ്ങനെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കൽ എനിക്കും ഇങ്ങനെ എഴുതി പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രേരണയുണ്ടായി. 33 തവണ ഞാനും എഴുതി ഇപ്രകാരം പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടി കേട്ടോ. ഞാനത് പിന്നീട് പലരോടും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അന്ന് മുതൽ ഈ പ്രാർത്ഥന ഞാൻ എന്നും ചൊല്ലാറുണ്ട്. ഈ പ്രാർത്ഥനയിലൂടെ ഈശോ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. പറ്റുന്നവരൊക്കെ ഈ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ ഒക്കെ സൂക്ഷിച്ചാൽ, യാത്രകളിൽ കയ്യിൽ കൊണ്ടു നടന്നാൽ അത് വലിയൊരു ദൈവിക സംരക്ഷണം ഉറപ്പു നൽകുന്ന ഒന്നാണ്. ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവുമല്ലേ, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ബാഗിൽ ഈ പ്രാർത്ഥന എഴുതി വെച്ച് നിങ്ങൾ കൊടുത്തുവിടും. വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായിട്ട് പോയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ അവധിക്ക് വരുമ്പോൾ അവർ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനോടൊപ്പം ഒരു പേപ്പറിൽ ഈ പ്രാർത്ഥന എഴുതി ബാഗിൽ അവർക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് പറയണം, ഇത് കയ്യിൽ സൂക്ഷിക്കണം, നിങ്ങൾ എവിടെ പോയാലും ഈ പ്രാർത്ഥന നിങ്ങൾ കൊണ്ടുപോകണം. പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പ്രാർത്ഥന നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. പ്രത്യേകമായ ഒരു ദൈവിക സംരക്ഷണം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥനയുടെ ഫലങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പ്രാധാന്യം എത്രത്തോളമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. AD 803 യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ നിന്ന് ഈ പ്രാർത്ഥന ലഭിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ചാൾസ് രാജാവ് യുദ്ധത്തിനു പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രക്ഷയ്ക്കും വേണ്ടി അന്നത്തെ പരിശുദ്ധ പിതാവ് നൽകിയതാണ് ഈ പ്രാർത്ഥന. ഇനി ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലുന്നവനും അതല്ലെങ്കിൽ ചൊല്ലുന്നത് കേൾക്കുന്നവനും ഇത് ധരിക്കുന്നവനും, അതായത് കയ്യിൽ കൊണ്ടു നടക്കുന്നവനും പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല എന്നാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ അവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയില്ല, അവന് പൊള്ളലേൽക്കുകയോ വിഷം ബാധിക്കുകയോ ചെയ്യുകയില്ല. പ്രസവ വേദനയുടെ സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ സുഖപ്രസവം ലഭിക്കും എന്ന് പറയുന്നു. ജനിച്ച കുഞ്ഞിൻ്റെ വലതുഭാഗത്ത് ഈ പ്രാർത്ഥന വയ്ക്കുകയാണെങ്കിൽ കുഞ്ഞിന് യാതൊരു ഉപദ്രവവും ഏൽക്കുകയില്ല. ഈ പ്രാർത്ഥന വഹിക്കുന്നവന് ഒരിക്കലും അപസ്മാര രോഗത്തിൻ്റെ ആക്രമണം ഉണ്ടാവുകയില്ല. ആരെങ്കിലും ഈ പ്രാർത്ഥന തനിക്കു വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എഴുതിയാൽ ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ ആരെങ്കിലും ഇതിനെതിരെ പരിഹസിച്ചാൽ അവൻ ദുഃഖിക്കേണ്ടി വരും. ഈ പ്രാർത്ഥന ഭവനത്തിലുള്ളപ്പോൾ
ആ ഭവനം ഇടിമിന്നലിൽ നിന്നും ഇടിവെട്ടിൽ നിന്നും രക്ഷപ്പെടും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നിത്യവും ഈ പ്രാർത്ഥന ചൊല്ലുന്നവന് മരണത്തിന് 3 ദിവസം മുമ്പ് മുന്നറിയിപ്പ് ലഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത് വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവിക സംരക്ഷണവും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന എഴുതി കയ്യിൽ സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞതെന്ന്. ഇനി നമുക്ക് ഈ കുരിശിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. ഓ ആരാധ്യനായ ദൈവമേ, രക്ഷകനായ യേശുക്രിസ്തുവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. വിശുദ്ധ കുരിശേ, എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എനിക്ക് നിത്യജീവൻ നൽകണമേ. ഓ ക്രൂശിതനായ നസ്രായക്കാരനേശുവേ, ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവീശോ മിശിഹായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖവെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കേദേമോസും യൗസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നും ഇറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവേ, എന്നിൽ കനിയണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസപിതാവേ, എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭയം കൂടാതെ കുരിശ് വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ. അങ്ങയെ അനുഗമിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ആമേൻ.